അറബ് മുസ്ലിം സമൂഹങ്ങളിലേക്ക് നുഴഞ്ഞുകയറാൻ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് നിരവധി തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. അറേബ്യൻ ഉപദ്വീപിൽ മാത്രമല്ല, ആഗോള മുസ്ലിം സമൂഹങ്ങളിലും അറബ് പ്രവാസി സമൂഹങ്ങളിലും സ്വാധീനം ചെലുത്താൻ അവർ ശ്രമിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ടെൽ അവീവ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഒരാൾ എവിടെ പോയാലും അറിയാതെ ഒരു മൊസാദ് ചാരനെ കണ്ടുമുട്ടാം. ചായക്കടകളിലും കമ്പനികളിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് പിന്നിലും അവരുണ്ട്. ഇസ്രായേലി സൈന്യത്തിന്റെ അറബ് വക്താവായ അവിജായ് അദ്രായി ഇടയ്ക്കിടെ ഓൺലൈനിൽ മുസ്ലിങ്ങളോട് അറബിയിൽ സംസാരിക്കുന്നു. അയാൾ ഖുർആൻ വാക്യങ്ങളും ഹദീസ് ഉദ്ധരണികളും വളച്ചൊടിച്ച് മുസ്ലിങ്ങളെ ഇസ്രായേലിന് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മൊസാദിന്റെ പ്രവർത്തന മേഖല അതിലും കൂടുതലാണ്. അതിൽ തന്നെ ഏറ്റവും വഞ്ചനാത്മകവും അപകടകരവുമായ ഉപകരണങ്ങളിൽ ഒന്നാണ് 1950കളുടെ അവസാനത്തിൽ സ്ഥാപിച്ച ടെൽ അവീവ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. മൊസാദ് നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനം ഇസ്ലാം പഠിപ്പിക്കാനുള്ളതല്ല, മറിച്ച് സയനിസ്റ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കപട ഇസ്ലാമിക പ്രഭാഷകരെയും പണ്ഡിതരെയും നിർമ്മിക്കാനും പരിപോഷിപ്പിക്കാനുമുള്ളതാണ്. ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ സ്ഥാപിച്ച ഈ യൂണിവേഴ്സിറ്റിയിൽ ജൂതന്മാരെ മാത്രമാണ് പ്രവേശിപ്പിക്കുക. ഓരോ വിദ്യാർത്ഥിയെയും അധ്യാപകനെയും അവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അവർക്ക് തന്ത്രപരവും പ്രത്യയശാസ്ത്രപരവുമായ ആവശ്യങ്ങൾക്കായി പരിശീലനം നൽകുന്നു. മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംവാദത്തിനും ഇസ്ലാമിക പഠനത്തിനുമുള്ള കേന്ദ്രമാണിതെന്ന് അവർ അവകാശപ്പെടുന്നു. ഇസ്ലാമിക നിയമം, അറബ് സംസ്കാരം, താരതമ്യ ദൈവശാസ്ത്രം എന്നിവ സിലബസിന്റെ ഭാഗമാണ്. സയനിസ്റ്റ് വ്യാഖ്യാന കണ്ണടയിലൂടെ ഇസ്ലാമിക പഠനം പുനർനിർമ്മിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. ഈ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെയാണ് കോഴ്സുകൾ എന്ന് നോക്കാം. സയനിസവും ഇസ്രായേലും ഇസ്ലാമിക വീക്ഷണത്തിലൂടെ, ഷിയ രാഷ്ട്രീയ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ, മുഹമ്മദ് ബാഖിർ അൽ സദറിന്റെ ദൈവശാസ്ത്ര പഠനങ്ങൾ, ജൂത ഇസ്ലാമിക ബന്ധങ്ങൾ, യൂറോപ്പിലെ ഇസ്ലാമിക നിയമവും വിശ്വാസവും, ഫലസ്തീൻ ഭാഷാഭേദങ്ങളും സാമൂഹിക ഭാഷയും, അറബിയിൽ നിന്ന് ഹീബ്രുവിലേക്കുള്ള വിവർത്തനം, റോബിൻസൺ ക്രൂസോ മുതൽ ഹാരി പോട്ടർ വരെ, പാശ്ചാത്യ ആഖ്യാനങ്ങൾ വിവർത്തനം ചെയ്യുന്നതിലെ വെല്ലുവിളികൾ, സമൂഹവും മതവും സാഹിത്യത്തിലും സിനിമയിലും. ഇസ്ലാമിക ദൈവശാസ്ത്രത്തെ വളച്ചൊടിക്കാനും ചരിത്രപരമായ സത്യം പുനർനിർമ്മിക്കാനുമുള്ളതാണ് ഓരോ കോഴ്സും. ഈ ജൂത വിദ്യാർത്ഥികൾ പിന്നീട് മുസ്ലിം പണ്ഡിതന്മാരോ പ്രഭാഷകരോ ഇമാമുമാരോ ആയി വേഷമിടും. സൈന്യത്തിലേക്കും ഇന്റലിജൻസ് ഏജൻസികളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റുകൾക്ക് പുറമെ പ്രത്യയശാസ്ത്രപരവും സാമൂഹികവുമായ നുഴഞ്ഞുകയറ്റം അനിവാര്യമാണെന്നും അതിന് സംസ്കാരത്തെയും മതത്തെയും ആയുധമാക്കണമെന്നും മൊസാദ് തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമാണ് ഈ രഹസ്യ അക്കാദമിക് പ്രോഗ്രാം. അത് നേടുന്നതിന് മൊസാദ് വിശദമായൊരു മൾട്ടിഫേസ് സിസ്റ്റം പിന്തുടരുന്നു. വിദ്യാർത്ഥികളുടെ പരിശീലനത്തിൽ ആശയവിനിമയം, ദൈവശാസ്ത്രം, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നിവ അറിയുന്ന മനഃശാസ്ത്ര സാമൂഹ്യശാസ്ത്ര വിദഗ്ധർ പങ്കെടുക്കുന്നു. പഠിച്ചിറങ്ങുന്ന ഓരോരുത്തരും സ്വാഭാവികമായും ഒഴുക്കോടെയും മുസ്ലിങ്ങളുമായി ഇടപെടുവാൻ കഴിയുന്ന ആളായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമാണ്. മൊസാദ് അവരുടെ കൃത്രിമ സ്വത്വം ശാസ്ത്രീയമായി രൂപപ്പെടുത്തുന്നു. അറബി ഭാഷാഭേദം, സംസാര രീതി, ഇസ്ലാമിക വസ്ത്രധാരണം തുടങ്ങിയവ അവർ പഠിപ്പിക്കും. ഇസ്ലാമിക കർമ്മശാസ്ത്രം, മതവിശ്വാസം, അറബി ഭാഷ എന്നിവ ഉൾക്കൊള്ളുന്ന പരിശീലനം വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ഫത്വകൾ പുറപ്പെടുവിക്കാനും യഥാർത്ഥ പണ്ഡിതന്മാരായി പ്രത്യക്ഷപ്പെടാനും കോഴ്സ് അവരെ പ്രാപ്തരാക്കുന്നു. ഓരോ ബിരുദധാരിയും മൊസാദുമായി നേരിട്ട് പ്രവർത്തന ബന്ധം പുലർത്തുകയും ഉയർന്ന തലത്തിലുള്ള ഇന്റലിജൻസ് പരിശീലനം നേടുകയും ചെയ്യുന്നു. അതിനൊരു ഉദാഹരണമാണ് ബെഞ്ചമിൻ എഫ്രൈം. ലിബിയയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇമാം അബൂ ഹഫ്സ് എന്ന പേരിലാണ് ഇയാൾ അവിടെ പ്രവർത്തിച്ചിരുന്നത്. അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്രായേലി യൂണിറ്റായ മിസ്താരവിമിൽ അംഗമായിരുന്നു ഇയാൾ. ബംഗാസി വഴിയാണ് ഇയാൾ എത്തിയത്. താഴേക്കിടയിൽ പ്രവർത്തിച്ച ശേഷമാണ് ഇയാൾ ഇമാമായി മാറിയത്. അതിനുശേഷം സ്വന്തമായി 200 പേരുടെ സംഘവും രൂപീകരിച്ചു. ഈജിപ്തിനെ ആക്രമിക്കാനായിരുന്നു പദ്ധതി. ഈജിപ്ഷ്യൻ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലിബിയൻ സുരക്ഷാ സേന ഇയാളെ പിടികൂടിയത്. ബെഞ്ചമിൻ എഫ്രൈമിനെ പോലുള്ളവർ വിവിധ സംഘടനകളുടെ തലപ്പത്ത് എത്തുകയും ഫത്വകളും മറ്റും ഇറക്കുകയും ചെയ്യും. മൊസാദിന്റെ നുഴഞ്ഞുകയറ്റം രാഷ്ട്രീയത്തിലോ ചാരവൃത്തിയിലോ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. അത് മുസ്ലിം സമൂഹങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ ഘടനയിലേക്ക് ആഴത്തിൽ വ്യാപിക്കുന്നു. ഇസ്ലാമിക ചരിത്രവും അറബ് സംസ്കാരവും പഠിക്കുന്നതിലൂടെ ഇസ്രായേലി ഇന്റലിജൻസ് ആഖ്യാനങ്ങളെ പുനർരൂപകൽപ്പന ചെയ്യാനും മുസ്ലിം ബോധത്തിൽ സംശയം ജനിപ്പിക്കാനുമുള്ള കഴിവ് വളർത്തിയെടുക്കുന്നു. ഇസ്ലാമിനെ ഭൗതികമായി ജൂതവൽക്കരിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം.
ഇസ്രായേലി ആഖ്യാനങ്ങളെ യഥാർത്ഥ ഇസ്ലാമിക പ്രതിരോധത്തിന് മിതമായ അല്ലെങ്കിൽ യുക്തിസഹമായ ബദലുകളായി അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുക. എന്നിരുന്നാലും ലിബിയ, ഈജിപ്ത്, ഇറാഖ്, സിറിയ, മറ്റ് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ എന്നിവിടങ്ങളിൽ 2011 മുതൽ ഇസ്രായേൽ ശ്രമിച്ചിട്ടും മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കുന്നതിൽ ഈ തന്ത്രം വലിയ തോതിൽ പരാജയപ്പെട്ടു. മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യദാർഢ്യം ഇസ്രായേലിന്റെ പദ്ധതികളെ നിരാശപ്പെടുത്തി. ഗസയിലെ സൈനിക ഇന്റലിജൻസ് പരാജയങ്ങൾ ഇസ്രായേലിന്റെ അധികാരത്തിലെ വിള്ളലുകൾ തുറന്നു കാട്ടിയതുപോലെ തന്നെ ഇസ്ലാമിക പഠനങ്ങൾ ഹീബ്രുവൽക്കരിക്കാനുള്ള മൊസാദിന്റെ പദ്ധതി ഇസ്രായേൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ 2014 പെഡഗോഗിക്കൽ റിപ്പോർട്ട് വെളിപ്പെടുത്തി. ഇസ്ലാമിന്റെ ആത്മാവ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു കവാടമായി അറബി ഭാഷാ ശാസ്ത്രത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ഫലസ്തീൻ സമൂഹത്തെ നന്നായി പഠിക്കുന്നതിന് അറബി പാഠ്യ പദ്ധതിയിൽ ഫലസ്തീൻ ഭാഷാഭേദങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ജൂത വിദ്യാർത്ഥികൾ അറബി വായിക്കുകയും എഴുതുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ ആഗോള മാധ്യമങ്ങളെയും മതപരമായ ചർച്ചകളെയും സ്വാധീനിക്കാൻ കഴിവുള്ള വിദഗ്ധരുടെ തലമുറയെ വികസിപ്പിക്കുക എന്നതാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഖുർആൻ, ഹദീസ്, ഫിഖ്, അറബിക് പഠനങ്ങൾ എന്നിവ പഠിപ്പിക്കുന്നതിന് ഇത് വലിയ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എന്നിരുന്നാലും എല്ലാ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ജൂതന്മാരാണ്. എല്ലാ ഗവേഷണ പരിപാടികളും ഇസ്രായേലിന്റെ ഭൗമരാഷ്ട്രീയ സാംസ്കാരിക അജണ്ടകളെ സേവിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. 1956 ജൂൺ 6 സ്ഥാപിതമായ ഈ സർവകലാശാലയുടെ പരിണാമം ഒരു ദശാബ്ദത്തിലേറെ നീണ്ടുനിന്നു. അതിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പിന്നീട് ലോകമെമ്പാടും ഇമാമുമാരായോ പണ്ഡിതരായോ ആത്മീയ വഴികാട്ടികളായോ വേഷമായി പ്രത്യക്ഷപ്പെടുന്നു. അവർ ടെലിവിഷൻ പരിപാടികൾ അവതരിപ്പിക്കുന്നു, പള്ളികൾ നയിക്കുന്നു, ഇസ്ലാമിക സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നു, പ്രഭാഷണങ്ങൾ നടത്തുന്നു. അറബി ഭാഷയിൽ പ്രാവീണ്യമുള്ള അവർ മുസ്ലിങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റുകയും വക്രീകരണ ശ്രദ്ധാപൂർവം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോ രാജ്യത്തും പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇണങ്ങി ജീവിക്കാൻ അവർക്ക് പരിശീലനം ലഭിക്കുന്നു. ഷെയ്ഖ് യൂസഫ് അൽ മഗ്രിബി, യൂസഫ് അൽ ഹിജാസി അല്ലെങ്കിൽ അബു അബ്ദുള്ള അൽ ഇറാഖി തുടങ്ങിയ പേരുകൾ അവർ സ്വീകരിക്കുന്നു. ഭക്തരും വാചാലരുമായ വിശ്വാസികളായി പ്രത്യക്ഷപ്പെടുന്ന അവരുടെ ദൗത്യം വ്യക്തമാണ്: മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുക, ദൈവശാസ്ത്രത്തെ വളച്ചൊടിക്കുക, ഉള്ളിൽ നിന്ന് ഇസ്ലാമിക ചിന്തയെ ദുഷിപ്പിക്കുക. ഇസ്ലാമിനെതിരായ സയനിസ്റ്റ് പദ്ധതിയുടെ ഭൗതിക യുദ്ധം, പ്രവാചകന്റെ കാലത്തെ ഹൈബർ, ബനുന്നദീർ ഗോത്രങ്ങൾ മുതൽ മൊസാദിന്റെ ആധുനിക പ്രത്യശാസ്ത്ര യുദ്ധം വരെ പുതിയ പേരുകളിലും മുഖങ്ങളിലും തുടരുന്നു. കഅബ് ഇബ്നു അഷ്റഫ് ഒരിക്കൽ മദീനയിൽ നടത്തിയ ഗൂഢാലോചന ഇപ്പോൾ തെൽ അവീവിൽ നിന്ന് അവിജയ് അദ്രൈ ആവർത്തിക്കുന്നു. സംഭാഷണം, ആധുനികത, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയുടെ മറവിലാണ് ഈ വഞ്ചന നടക്കുന്നത്. സാങ്കേതിക വിദ്യയും തന്ത്രങ്ങളും വികസിച്ചാലും ഗൂഢാലോചനയുടെ സത്ത മാറ്റമില്ലാതെ തുടരുന്നു. ഇസ്ലാമിക ഐക്യം തകർക്കുക, ചരിത്രപരമായ സത്യത്തെ വ്യാജമാക്കുക, രാഷ്ട്രീയ ആധിപത്യത്തിനായി വിശ്വാസത്തെ കൈകാര്യം ചെയ്യുക. എന്നിരുന്നാലും മൊസാദിന്റെ വഞ്ചനയേക്കാൾ ശക്തമാണ് ഉമ്മത്തിന്റെ അവബോധവും സ്ഥിരതയും എന്ന് ചരിത്രം തെളിയിക്കുന്നു. വളച്ചൊടിക്കലിൽ ഇസ്രായേൽ കൂടുതൽ കേന്ദ്രീകരിക്കും തോറും സത്യം കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്നു.